അരീക്കോട്ടെ സ്പെഷ്യൽ ഓപ്പറേഷൻ പോലീസ് ക്യാമ്പിൽ പോലീസുകാരൻ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ളവരുടെ കൊടും പീഡനമാണ് വിനീതിന്റെ മരണത്തിന് കാരണമെന്ന് ടി സിദ്ദിഖ് MLA ആരോപിച്ചു. പോലീസിനുള്ളിൽ വലിയ പീഡനവും അടിച്ചമർത്തലും അടിച്ചേൽപ്പിക്കലും നടക്കുന്നുണ്ടെന്നും വിനീതിന്റെ മരണമൊഴിയായി കണക്കാക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങളും റിഫ്രഷർ കോഴ്സിന് വീണ്ടും പറഞ്ഞയക്കാനുള്ള ഉത്തരവിന്റെ പകർപ്പും തങ്ങളുടെ കയ്യിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മരണത്തിന് ഉത്തരവാദികളായവരുടെ പേരുൾപ്പെടെ സന്ദേശങ്ങളിലുണ്ട്. തീർച്ചയായും ഇതൊരു കൊലപാതകമാണ്. വിനീതിന്റെ ഭാര്യ ഗർഭിണിയാണ്. 3 തവണ അദ്ദേഹം അവധിക്ക് അപേക്ഷിച്ചുവെങ്കിലും കൊടുത്തില്ല. ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഭർത്താവായ പോലീസുകാരന് അവധി കൊടുക്കാത്ത സമീപനം വളരെ വേദനാജനകമാണ്. വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം വേണം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പദവിയിൽ തുടരാൻ അനുവദിക്കരുത്. ഇതിന് മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുകയും വേണം, സിദ്ദിഖ് ആവശ്യപ്പെട്ടു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വിനീത് സുഹൃത്തുമായി നടത്തിയതെന്ന് പറയുന്ന വാട്സപ്പ് ചാറ്റിന്റെ വിശദാംശങ്ങളും അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിനെയും അസിസ്റ്റന്റ് കമാൻഡ് അജിത്തിനെയും സന്ദേശം കാണിക്കണമെന്ന് ഇതിലുണ്ട്. പരിശീലന ഓട്ടത്തിന്റെ സമയം കൂട്ടണമെന്ന് വിമർശന രൂപേണ വിനീത് പറയുന്നുമുണ്ട്. എന്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നു, ഗുഡ് ബൈ എന്നാണ് സന്ദേശത്തിന്റെ അവസാന ഭാഗത്തുള്ളത്. അമിത ജോലിഭാരം പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണെന്നും ഇത് അവസാനിപ്പിക്കാനുള്ള നടപടി ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കണമെന്നും മുൻ ആഭ്യന്തര മന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. ദൗർഭാഗ്യകരമായ സംഭവമാണ് അരീക്കോട് പോലീസ് ക്യാമ്പിൽ ഉണ്ടായത്. സേനയിൽ ധാരാളം പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണിത്. ട്രെയിനിങ് ക്യാമ്പുകളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നടത്തുന്ന പ്രവർത്തനം ആഭ്യന്തര വകുപ്പ് വിലയിരുത്തണം, അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പോലീസിൽ നിയമനം നടത്തണമെന്നും പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വയനാട് കോട്ടത്തറ മൈലാടിപ്പടി സ്വദേശി സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡോ വിനീതാണ് ഞായറാഴ്ച ആത്മഹത്യ ചെയ്തത്. അവധി ലഭിക്കാത്തത് മൂലമുള്ള മാനസിക സംഘർഷമാണ് മരണകാരണമെന്ന് സഹപ്രവർത്തകരുടെ ആരോപണം. ഭാര്യയും ഒരു മകനുമുണ്ട്. ഭാര്യ 3 മാസം ഗർഭിണിയാണ്. തലയ്ക്ക് വെടിയേറ്റ നിലയിൽ ഞായറാഴ്ച രാത്രി 9:30-യോടെയാണ് സഹപ്രവർത്തകർ വിനീതിനെ അരീക്കോട് ആസ്റ്റർ മദർ ആശുപത്രിയിൽ എത്തിച്ചത്. ഉടനെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേസമയം വിനീതിന്റെ മരണത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. നിരവധി ആളുകളാണ് ഇപ്പോൾ പോലീസ് സേനയിൽ നിന്നുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ജോലി സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെയും അല്ലെങ്കിൽ മറ്റു പലരുടെയും പ്രഷറും അല്ലെങ്കിൽ അവരുടെ കുറ്റപ്പെടുത്തലുകളും കാരണം ആത്മഹത്യ ചെയ്തവരുടെ കണക്കുകൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ വർഷം നിരവധി ആളുകൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അവരുടെ എല്ലാവരുടെയും മരണത്തിന് കാരണം ഒന്നെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള കടുത്ത അമർഷവും വ്യക്തിവൈരാഗ്യവും തന്നെയായിരിക്കാം. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയും അല്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത നവീൻ ബാബുവിന്റെ കേസുകളെല്ലാം സമാന സാദൃശ്യമുണ്ട്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ആത്മഹത്യക്ക് ഇരകളാകുന്നത്. അവരുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനും അവർക്ക് കൃത്യമായി ജോലി ചെയ്യുന്നതിനും സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും കൃത്യമായി പരിശോധന നടത്തുകയും എംപ്ലോയ്മെന്റ് ഫ്രണ്ട്ലി ആയ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്.